ഹായ് ഫ്രണ്ട്സ്, നമ്മവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. കണ്ടോ, വളരെ താമര കണ്ടോ, എല്ലാ പല തരത്തിലുള്ള കളറിൽ, പല വെറൈറ്റി കളറിലുള്ള താമരകൾ ഇത് കൃഷിയായിട്ട് ചെയ്യാണ്. ഇതിൻ്റെ തൈയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിലെല്ലാം സെറ്റ് ചെയ്ത് തരാവുന്നതാണ്. ആവശ്യമുള്ളവരൊക്കെ കമൻറ്റിൽ പറയുക. അപ്പോൾ ഇതിൻ്റെ ചെറിയ എനിക്കെല്ലാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞൂടാ കേട്ടോ, ഇത്ര എനിക്കറിയൂ. ഇതിൻ്റെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊക്കെ അവൾ പറഞ്ഞുതരും. ാണ് ഇത് നടുന്നത്. പണ്ടൊക്കെ നമ്മളെ വീടുകളിൽ വയലിൽ നടത്ത ചെളി വെച്ച് മാത്രമേ നടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് വീട്ടിലും കൃഷി ചെയ്യാൻ താമര. നമ്മൾ നല്ല അരിച്ചെടുത്ത മണലാണ് വേണ്ടത്. മണ്ണിലല്ല, നമ്മളെ വീട്ടിലുള്ള മണ്ണ് തന്നെയാണ്. അതിനെ അരിച്ചെടുത്തിട്ട് അതിൽ കട്ടയൊന്നും പാടില്ല. പിന്നെ അടിവളമായിട്ട് നമുക്ക് ചാണകം, എല്ലുപൊടി, വേപ്പം പുണ്ണാക്ക്, പിന്നെ DAP നടുമ്പം ഇത് അടിവളമായിട്ട് ആദ്യം ടബിലിടുക, അതിൻ്റെ ഒരു കാൽഭാഗം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേൽവളമായിട്ടാണ്, മേൽമണ്ണായിട്ടാണ് നമ്മൾ, അതായത് മിക്സ് ചെയ്യാൻ പാടില്ല. മിക്സ് ചെയ്താൽ ഇതിന് പച്ച കളറിൽ വെള്ളം കലങ്ങലും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഈ അടിവളം ചേർത്തതിന് ശേഷം മുകളിൽ മണ്ണിട്ടാൽ മാത്രം മതി. അതിൻ്റെ ഒരു ടബിൻ്റെ ഒരു അരഭാഗം ഇത്രയും മതി. എന്നിട്ട് 20 ഡേയ്സ് കൂടുമ്പോൾ നമ്മൾ DAPയോ എന്താണ് നമുക്ക് വളം ആഡ് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത്, അങ്ങ് ആഡ് ചെയ്താൽ മാത്രം മതി 20 ഡേയ്സ് കൂടുമ്പോൾ. ഒക്കെ 2-3 ദിവസം ആയതാണ്. ഇതൊക്കെ വാടി ആമ്പലൊക്കെ അടയും. രാവിലെ ഒരു 7 മണി 8 മണിയാകുമ്പോൾ ആമ്പല് വിടരും. എന്നിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ 3 ഡേയ്സ് ഒരു ആമ്പല് നിൽക്കും. താമര ചിലപ്പം 2 ഡേയ്സ്, ചിലപ്പം 5 ഡേയ്സ്. നമ്മൾ വിരിക്കുന്ന അനുസരിച്ചിരിക്കും. വലിയ വൈകിട്ടായി കേട്ടോ, സമയം ഒരു 4:30-5 ആവാൻ വേണം. അതാണ് എല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. രാവിലെ ആകുമ്പോൾ നല്ല ഉന്മേഷവതികളായിട്ട് ഇതെല്ലാം നിൽക്കുന്നതാണ്. ആമ്പല് കണ്ടോ, ആമ്പലുണ്ടോ? അത് പർപ്പിൾ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. പർപ്പിൾ ഡയമണ്ട് എന്ന് കണ്ടോ, അത് പൂവാടോളം, അതൊക്കെ അടഞ്ഞു. ഇതെല്ലാം സമയം കഴിഞ്ഞപ്പോൾ കോഹിൻസൺ. പിന്നെ അത് വിരിഞ്ഞിട്ടില്ല. നാളെ മറ്റന്നാൾ കണ്ടോ. ഇതിന് കാക്ക ശല്യം ഉണ്ടോ നോക്ക്, അതിനെ കൊത്തി കുളമാക്കി കണ്ടോ. കാക്ക പ്രാവൊക്കെ ഇതിൻ്റെ അടുത്ത് വരും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഒത്തിരി വേറെ ചെടികളൊക്കെ ഉണ്ട്. എന്താണിത്? മൊസൈക്ക് പ്ലാന്റ് കണ്ടോ. അതിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഒരു പൂ പോലെ വന്നിട്ടല്ല നിൽക്കുന്നുണ്ട്. പൂവുണ്ടാവും മഞ്ഞ കളർ. ഇതിലും ഇവിടെ ഒരു പൂങ്കാവനം തന്നെയാണ് കേട്ടോ. വീട്ടിൻ്റെ മണ്ടയിലും എല്ലായിടം പൂക്കൾ തന്നെയാണ് കേട്ടോ. അത് വൈറ്റ് യോണി താമരപ്പൂന്നല്ലാതെ അതിൻ്റെ പേരുകളും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് പരിപാലിച്ച് പോരുന്നവർക്കേ ഇതൊക്കെ അറിയൂ. കണ്ടോ, ഇവിടെ തന്നെ ഒരു ആമ്പൽ കുളം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്ത് ചട്ടി വെച്ചേക്കാണ് അല്ലേ? അത് അത്രയും മണ്ണില്ല നമുക്ക്, അതുകൊണ്ട് ചെറിയ ചെറിയ ടബിലാക്കിയിട്ട് വെച്ചിരിക്കുവാണ്. അത് ശരി. ഒരുമിച്ച് പൂത്ത് നിൽക്കുമ്പോൾ, പല കളർ പൂത്ത് നിൽക്കുമ്പോൾ ഭംഗിയല്ലേ. രാവിലെ ഇതൊക്കെ കിട്ടുള്ളൂ അല്ലേ? രാവിലെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ആമ്പലം അടയും. രാവിലെ കണ്ടോ, ഇത് ഒരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പേര് ശരിക്കും അറിയില്ല. അറിയാന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇത് വൈഡൂരിയ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. നട്ടിട്ട് ഒരു 2 ആഴ്ച ആവേ ഉള്ളൂ. അതിൽ 2 ബഡ്. ഇപ്പം ചെറിയ ഇതായിട്ട് നിൽപ്പുണ്ട് കണ്ടോ. അപ്പം വലിയ വലിയ കുളങ്ങളിലും പിന്നെ ആൾക്കാർ വളർത്തുന്ന കൃഷിയിടങ്ങളിലും അല്ലാതെ നമ്മുടെ വീട്ടിൽ പോലും നമുക്ക് താമര ഇഷ്ടം പോലെ ഉണ്ടാക്കാമെന്ന് കണ്ടില്ലേ നിങ്ങളെല്ലാവരും. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതിൻ്റെ വിത്തോ തയ്യോ എന്താണെന്ന് വെച്ചാൽ എല്ലാം അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി വേണമെന്നുള്ളവർ. ഇത് അഖില എന്ന് പറയും, പക്ഷേ ഇത് കണ്ട ഇതായി തുടങ്ങി കേട്ടോ, അതിൻ്റെ സമയം കഴിഞ്ഞു. ഇതൊന്ന് പീക്ക് ഓഫ് പിങ്ക്. എന്ത് ഭംഗിയല്ലേ താമരപ്പൂ കാണാനായിട്ട്. അതിൻ്റെ ഇതുപോലും എന്ത് ഭംഗി കണ്ടു. ഇത് അത് കർണ ലക്ഷ്മി. ഇതോ, ഇത് അമേരിക്ക മേലിയ. അത് ബ്ലൂമിങ് മെഷീൻ എന്ന് പറയും. മുട്ട് വരും അതിൽ. ഇതല്ലേ, അതാണ് ഇതിൽ കൂടുതൽ നിൽപ്പുണ്ട്. കണ്ടോ, ചട്ടി തന്നെ ഒരു 4 എണ്ണം ഉണ്ട്. നമുക്ക് ചുറ്റും അമ്പലങ്ങളാണ് കേട്ടോ, അപ്പോൾ അവിടെയൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. ഇത് തമോ അതിലൊത്തിരി മുട്ടുണ്ടല്ലേ. അതിന്റെ അപ്പുറത്തേക്കുന്ന ബുച്ച. ഇതല്ലേ, അത് ബുച്ച.
അത് വിരിഞ്ഞിട്ടില്ല. വിരിഞ്ഞത് ഒരു ബഡ് ഉണ്ടായിരുന്നല്ല, പൂ ഉണ്ടായിരുന്നത് കൊടുത്തു അമ്പലത്തിൽ. അതും കാരണം തന്നെയാണ്. അതേപോലെ തന്നെ ഇത് ലിറ്റിൽ റെയിൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അത് പൊഴിഞ്ഞു പോയി. ഒരെണ്ണം നിന്ന് അമ്പലത്തിൽ രാവിലെ കൊണ്ട് കൊടുത്തു.